ധന്യ 15 വയസ്സുള്ള ഒരു പെൺകുട്ടി 42 വയസ്സുള്ള ഒരു ആളുടെ കൂടെ ഒരു ആണിൻ്റെ ഒരു പുരുഷൻ്റെ കൂടെ ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം അത്ഭുതമാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നാണ്. കാരണം ഒരു മകളുടെ അല്ലെങ്കിൽ ഒരു അനിയത്തിയുടെ ഒക്കെ പ്രായമായ ഒരു കൊച്ചു കുഞ്ഞാണ്. അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിനൊക്കെ എന്താ പറ്റിയത് യഥാർത്ഥത്തിൽ? കേരളത്തിന് എന്ത് പറ്റിയെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളത് ഇപ്പോൾ ദിവസമായി കേരളത്തിന് എന്ത് പറ്റി, നാളെ നമ്മൾ ചോദിക്കും കേരളത്തിന് എന്ത് പറ്റി. ഈ ചോദ്യമൊന്നും അവസാനിക്കില്ല. പക്ഷെ ഇവിടെ ഒറ്റപ്പെട്ട എന്ത് സംഭവിച്ചാലും നമുക്കൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഇവിടെ 15 വയസ്സായ പെൺകുട്ടി, 42 വയസ്സായ അവിവാഹിതനായ ഒരു യുവാവ്, അങ്ങനെ പറയാം. അപ്പോൾ ഇവർ രണ്ടുപേരെ 26 ദിവസം മുമ്പ് കാണാതായി. അപ്പോൾ ആളുകൾ ആർക്ക് അന്വേഷിക്കുന്നു, പോലീസിൽ പരാതി കൊടുക്കുന്നു. ഇതിനിടയ്ക്ക് ഈ പെൺകുട്ടിയുടെ 15 വയസ്സായ പെൺകുട്ടിയോടൊപ്പം ഈ 42-കാരനായ പ്രദീപ് എന്ന് പറയുന്ന യുവാവ് നിൽക്കുന്ന ഫോട്ടോകൾ കർണാടകയിലുള്ള ഇവരുടെ ഒരു സുഹൃത്തിനോ ബന്ധുവിനോ അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവർ കർണാടകയിലേക്ക് കടന്നു എന്ന് സംശയമുണ്ടാകുന്നു. കർണാടകയിലേക്ക് അന്വേഷണം എത്തുന്നു. പക്ഷെ അവിടെ ഇല്ല എന്ന് മനസ്സിലാകുന്നു. അത് കഴിഞ്ഞ് പോലീസ് വീണ്ടും അന്വേഷണമൊക്കെ ഡ്രോൺ ഉപയോഗിച്ചൊക്കെ അന്വേഷണം നടത്തുന്നു. പിന്നീട് കാണുന്നത് വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്റർ അകലെയുള്ള കാട്ടിനുള്ളിൽ 2 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അയൽവാസിയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പൂർണ്ണമായും അഴുകിയ നിലയിൽ, അസ്ഥികൂടം മാത്രമായ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 12-ന് പുലർച്ചെയാണ് ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ പരാതി നൽകുന്നത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി, അച്ഛനും അമ്മയും ഒരു സഹോദരി, 2 സഹോദരിമാരാണ് ഈ പെൺകുട്ടിക്കുള്ളത്. സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടിയെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ കാണുന്നില്ല. ഒരുപാട് അന്വേഷണങ്ങൾ നടത്തുന്നു. അന്വേഷിച്ചപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി. തൊട്ട അയൽവക്കത്തുള്ള പ്രദീപ് അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഇയാളും ആ വീട്ടിലില്ല. അങ്ങനെയാണ് ഈ കാസർഗോഡുള്ള പൈവളികെ മണ്ടേക്കോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 പേരും അയൽ വീട്ടുകാരാണ്. സ്വന്തം അനുജത്തിയെ പോലെ കാണേണ്ട പെൺകുട്ടിയുമായി ഇയാൾ ഒളിച്ചോടി. അപ്പോൾ ആളുകൾ വിചാരിച്ചത് ഇവർ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് ഇവർ മരണപ്പെട്ടു, അതായത് കത്തിക്കരിഞ്ഞ നിലയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്? എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? ഈ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഈ മരിച്ച പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ദുരൂഹതകൾ, അതായത് ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കി കൊന്നതിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതാണോ? ഈ പെൺകുട്ടിയും ഇയാളും ഇപ്പോൾ ആത്മഹത്യക്ക് പ്രായമൊന്നുമില്ല, റിമോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ജനലിൽ കെട്ടി തൂങ്ങി മരിച്ച നാടാണ് നമ്മുടേത്. അതുകൊണ്ട് അതൊന്നും ആത്മഹത്യക്ക് വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും എന്തിനാണ് ഇവർ വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോയത്? എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത്? ഇപ്പോൾ ഇന്ന് DNA പരിശോധനയ്ക്കൊക്കെ മൃതദേഹം പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം 2 മൃതദേഹം അഴുകിയ നിലയിലായതുകൊണ്ട് ഇവരുടെ തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കാനായി മൃതദേഹം പോലീസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ദുരൂഹമായ സംശയമുണർത്തുന്ന കുറേ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയും ഒരു യുവാവും തമ്മിൽ പ്രണയത്തിലാണ്. സ്വാഭാവികമായി ആ പ്രണയം മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ ശാരീരികമായ ബന്ധങ്ങൾ ഉണ്ടാകാം. അതുവഴി മറ്റേതെങ്കിലും തരത്തിലേക്ക് ആ ബന്ധം വഴിവിട്ടോ അതിൽ ഈ പെൺകുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചോ അത് പുറത്തറിയാതിരിക്കാനുള്ള എന്തെങ്കിലും പുറത്തറിഞ്ഞാലുണ്ടാവുന്ന നാണക്കേടുകൾ ഭയന്ന് 2 പേരും സ്വയം തീരുമാനിച്ചതാണോ? അല്ലെങ്കിൽ ഈ പെൺകുട്ടി പിന്നെ ഇയാളെ നിരന്തരം തനിക്കിങ്ങനെ പറ്റിയതിൻ്റെ പേരിൽ ഈ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ ഇയാളെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മാനസികമായി സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുകയോ ചെയ്തപ്പോൾ ഇയാൾ ഗതികേട് കൊണ്ട് ഈ പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയതിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. സത്യത്തിൽ പേടിയാവുകയാണ് വാർത്ത. ഓരോ ദിവസവും ഉണരുമ്പോൾ നാളെ ഇനി എന്താണ് കേൾക്കാനുള്ളത്, നാളെ ഇനി നമ്മുടെ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്, നാളെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ, ആരെയാണ് കൊല്ലുന്നത്, ആരൊക്കെ എവിടെയാണ് ലഹരിക്ക് പിടിയിലാവുന്നത്, ആരോടൊപ്പം. ഈ പണ്ട് ഈ കുടുംബശ്രീ പോലെ പെണ്ണുങ്ങൾ കൂടിയിരുന്നാണ് ഈ നുണയും കൊതിയും പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ അവരാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ മാധ്യമങ്ങളിലൂടെ പോലും അത് ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മളെ വീടിനടുത്തൊരു ചേച്ചിയുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ജോലിയും കൂലിയൊന്നുമില്ല. ഒരു 3:30 മണിയൊക്കെ ആകുമ്പോൾ തൊട്ടടുത്തുള്ളൊരു 4-5 പെണ്ണുങ്ങളെയും കൂട്ടി വീടിൻ്റെ മുൻവശത്തിരിക്കും. ആ ഏരിയയിലുള്ള എല്ലാവരെയും കുറ്റം പറയും. ഇവരെ വീട്ടിലെ ഇവർക്ക് കുറ്റമൊന്നുമില്ല, 100% പെർഫെക്റ്റ് ആണ്. ഈ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ മാറിക്കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു സ്ത്രീ മാറിയാൽ
നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ അവരെ കുറിച്ച് അടുത്ത ആളോട് പറയും. ഈ ചേച്ചിയുടെ ഒരു മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടുത്തെ ന്യൂസ് പേപ്പർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഒരു ജോലിയില്ല, രാവിലെ എണീക്കും, വീട്ടിലെ ജോലിയൊക്കെ കൃത്യമായി നോക്കും. അതൊക്കെ കഴിഞ്ഞൊരു 10 മണി തൊട്ട് അയൽവക്കങ്ങളിൽ ഇങ്ങനെ സംസാരിച്ച് അവിടെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ അറിയലാണ് ഈ ചേച്ചിയുടെ ജോലി എന്ന് പറയുന്നത്. പക്ഷെ സ്വന്തം മക്കൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ അവർക്ക് കഴിയാതെ പോയതിൻ്റെ ഫലം അവർ പിന്നീട് നാട്ടുകാരെ വായിരിക്കണൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നു. അത് നിൽക്കട്ടെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം നമ്മൾ തന്നെ ഇത്തരം വാർത്തകൾ നമുക്ക് തന്നെ പറയേണ്ട ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. കാരണം 15 വയസ്സായ ചിലപ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ പ്രായം കാണും അയാൾക്ക്, അല്ലേ? അച്ഛൻ്റെ പ്രായം കാണും. ചിലപ്പോൾ അച്ഛന് 1, 2, 3 വയസ്സ് കൂടുതൽ ഉണ്ടാകുമായിരിക്കും അയാളെക്കാളും. അച്ഛൻ്റെ പ്രായമുള്ള ഒരാളോടൊപ്പം ഇറങ്ങിപ്പോവുക, ഇയാളോടൊപ്പം എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ഈ കുറച്ചുകൂടെ പ്രായം കുറവായിരുന്നപ്പോൾ അയൽവക്കത്ത് ആർക്കോ സംശയം തോന്നി ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തു ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ചൈൽഡ് ലൈൻ അന്വേഷിക്കാൻ വന്നപ്പോൾ 2 വീട്ടുകാരും പറയുന്നത് അവന് കുഞ്ഞനിയത്തിയെ പോലെയാണ് ആ പെൺകുട്ടി. അപ്പോൾ ചൈൽഡ് ലൈൻകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർ പോയി. പക്ഷെ ഇവരുടെ ബന്ധം ഫോൺ കോളുകളിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും എന്താ പറയുക, പരസ്പരം ചിത്രങ്ങൾ കൈമാറിയും. ആദ്യം ഇയാൾ ഓട്ടോറിക്ഷയായിരുന്നു, പിന്നീട് ഇയാൾ കാർ എടുത്തു. ആ കാറിൽ ഈ പെൺകുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഇയാൾ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയും. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. പക്ഷെ എന്താണ് ഇവർ മരിക്കാനുള്ള കാരണം? അതാണ് നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത്. കാരണം 15 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ല ആ പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ വലിയ അതിശയം തോന്നുകയാണ്, അല്ലേ? അതെ, ധന്യ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഒരു അച്ഛൻ്റെ പ്രായമുള്ള ഒരാളുടെ കൂടെയാണ് ഇത്തരത്തിലൊരു ഈ കുട്ടി ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഇവിടെ എന്താണ് കാര്യം, എന്തിനാണ് ഈ കുട്ടി ഇറങ്ങിപ്പോയത്? ഇത് ഇവർ തമ്മിൽ പ്രണയമായിരുന്നോ, മറ്റെന്തെങ്കിലും തരത്തിലുള്ള അവിഹിതമായ ബന്ധങ്ങളുണ്ടായിരുന്നോ? ഇനി അതല്ലെങ്കിൽ ഇവിടെ ഇപ്പം 2 പേർ തമ്മിൽ ഒളിച്ചോടിയിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം, അല്ലെങ്കിൽ പ്രണയിച്ച് ഒളിച്ചോടുന്നു, അതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്. മീൻസ് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഈ കുട്ടി ഇതിൻ്റെ കൂടെ പോകുന്ന അംഗീകരിക്കാമെന്നല്ല, ഒരു ഒളിച്ചോടി പ്രണയിച്ച് ജീവിക്കാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ അത് ഇവർ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് വേറൊരു തലത്തിൽ. പക്ഷേ എന്തിനാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തൊട്ടടുത്തൊരു കാട്ടിൽ പോയി ഇങ്ങനെ മരണപ്പെടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ മരിക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും? ഈ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +1ലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഇനി ഒരുപാട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ ജീവിക്കണമെന്ന ആഗ്രഹത്തിനപ്പുറത്തേക്ക് ഒരു കാര്യവും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ ഇയാളും ഈ കുട്ടിയും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്, എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അവർ ഒരു മരണത്തിലേക്ക് പോകേണ്ട ഒരു കാര്യം എന്നാണ് ഏറ്റവും വലിയ സംശയം. ചിലപ്പോൾ ഇയാൾക്ക് ഈ കുട്ടിയെ പറഞ്ഞ് ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിനെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന ഒരു സങ്കടത്തിൽ നിന്നോ ഒരുപക്ഷെ നിരാശയിൽ നിന്നോ ബലമായി ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തായിരിക്കാം. ഈ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം എന്ന് പറയുന്നു. അപ്പോൾ ഇവർ സ്വയം പെട്രോൾ ഒഴിച്ച് അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ചോ സ്വയം തീ കത്തിച്ചുകൊണ്ട് ശരീരത്തിൽ തീ പടർത്തിക്കൊണ്ട് മരണപ്പെട്ടതാണോ? ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംശയിക്കാം. ഇപ്പോൾ ഒരാളെ ഒരു പെൺകുട്ടിയെയും ഒരു വലിയ ആളെയും കൂടെ ഒരു കാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക്, ഇപ്പോൾ അതിലൂടെ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ക്രിമിനൽ സംഘങ്ങളായ ആളുകൾക്ക് അവിടെ ചിലപ്പോൾ ഇടപെടാം, ഇവരെ ഒരുപക്ഷെ ഉപദ്രവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇവർ തന്നെയാണോ, ഈ പോയ പെൺകുട്ടിയും വലിയ ആളും തന്നെയാണോ ഇവിടെ മരിച്ചു കിടക്കുന്നത് എന്നുള്ളത് അഴുകിയത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനാണ് ഇപ്പോൾ ഈ DNA ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോലീസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോക്ക് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. കാരണം കുട്ടികൾക്ക് അവരുടെ മാനസികമായ നിലയിൽ വന്ന വളരെയധികം മാറ്റങ്ങൾ, ഹോർമോണൽ നിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഇവരോട് ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ, അവരെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് പ്രണയമാണ്, എന്നെ അവർ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ ധരിച്ച് ഇവരുടെ കൂടെ പോകുന്ന രീതിയിലേക്ക് ഇവർ മാറുന്നുണ്ട് എന്നുള്ളിടത്താണ് ഏറ്റവും വലിയ അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് രക്ഷിതാക്കൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു പുരുഷനും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല ബന്ധമുണ്ടാവും. കാര്യം സുഹൃത്തുമായിരിക്കാം, പെങ്ങളെ പോലെ കിടന്ന ആളുകൾ ഉണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഇവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇവരെങ്ങനെയാണ് ഇത് ചിന്തിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഒരു നിരീക്ഷണം നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്തും കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മളെ ഈ ഒരു സംഭവം പഠിപ്പിക്കുന്നത്.